സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേ സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംന ശ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ 3 അധ്യായം പറഞ്ഞു. ശ്രീമദ് ഭാഗവതം കൊണ്ട് നാരദ മഹർഷി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്തി ചെറുപ്പമാക്കി എന്ന് പറഞ്ഞു. ഈ 2 അധ്യായം കൊണ്ട് ആത്മദേവൻ്റെ കഥയാണ് പറയുന്നത്. ഇത് കേട്ട സമയത്ത് ഈ ശൗനകാദികൾ ചോദിച്ചു, എവിടെയാണ് ഭക്തി ചോദിച്ചു, എവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത്? ഭക്തന്മാരുടെ മനസ്സിൽ നീ പോയിട്ട് സ്ഥിരമായിട്ട് കുടികൊള്ളുക, അവിടെ നീ എന്നും പുഷ്ടി പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പം നാരദൻ ചോദിച്ചു, ഏതെല്ലാം പാപങ്ങൾ ഈ സപ്താഹയജ്ഞം കൊണ്ട് പോവും എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കണം. നാരദോ വാക്യം ബ്രവീർ. നാരദൻ സനകാദികളോട് ചോദിച്ചു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണർന്നു, സമ്മതിച്ചു, എൻ്റെ കാര്യം തൽക്കാലമായി. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം കൂടി തോന്നുകയാണ്, ഈ ഭാഗവതം അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമല്ല. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണർത്തി അത് 2 വര വരച്ച് ക്ലോസ് ആക്കുകയല്ല. ഇത് പറ്റി എനിക്ക് ഇനിയും കാര്യങ്ങൾ അറിയാണ്ട്. അതെന്താ, അത് കാര്യം നടന്നു നിർത്തിക്കൂടെ? അത് പറ്റില്ല. ഇത് മനസ്സിലാക്കും തോറും മനസ്സിലാക്കാൻ പിന്നെയുണ്ട്. അതുകൊണ്ടൊരു സംശയം, ഏതെല്ലാം പാപങ്ങളാണ് ഈ ഭാഗവതം കൊണ്ട് പോകുക? ഒരാൾ പാപിയായി നിൽക്കുക, ആരപ്പം പാപിയല്ലാത്ത? കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കുറച്ചെങ്കിലും പാപം ചെയ്യാത്തവരാരുമില്ല, ഉണ്ടോ? അപ്പോൾ ഏതെല്ലാം പാപത്തിന് ഇത് പരിഹാരമാണ്? അപ്പോൾ അവിടെ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള പാപത്തിനൊന്നും അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാ വെറുതെ വലിച്ചു നീട്ടണം? ഇവിടെ പഞ്ചോഗ്ര പാപം, 5 പാപം. അത് ഏതൊക്കെയാണ്? ബ്രഹ്മസ്വം അപഹരിക്കുക, പശുഹത്യ ചെയ്യുക, ശിശുഹത്യ ചെയ്യുക, അതുപോലെ സ്വർണം മോഷ്ടിക്കുക, മദ്യം കഴിക്കുക. ഒരു പശുഹത്യയും ശ്രീഹത്യയും ഒന്നായിട്ട്, ശരിയില്ലാത്ത ഹത്യ എന്നുള്ള കൂട്ടത്തിൽ ഒന്നായിട്ട് കൂട്ടാം. ശിശുഹത്യ, പശുഹത്യ, സ്ത്രീഹത്യ, ഈ 3 ഒന്നായിട്ട് പറയും. ബ്രഹ്മഹത്യ വേണമെങ്കിൽ അതും ഒന്നാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹത്യകൾ ഒരു വിഭാഗം, മദ്യം കഴിക്കൽ വേറൊരു വിഭാഗം, ബ്രഹ്മസ്വം അപഹരിക്കൽ ഒരു വിഭാഗം, ഒരു പാപം. ഇങ്ങനെ മദ്യം കഴിക്കുക, അതിനോട് കൂടെ നടക്കുന്നതും ഒരു തെറ്റാണ്. സ്വർണം മോഷ്ടിക്കുക, അങ്ങനെ ഒരു തെറ്റുണ്ട്. 2 മോഷണവും 3 ഹത്യയാണ് കേട്ടോ. അതോ ഓരോന്നാക്കിയിട്ടേ പറയുള്ളൂ. ബ്രഹ്മഹത്യ, സ്ത്രീഹത്യ, ശിശുഹത്യ, അതോ പശുഹത്യ, 4 ഹത്യയൊക്കെ പാടെ ഒരുമിച്ചാണ് പറയുക. ഹത്യ, ബ്രഹ്മഹത്യ, ശിശുഹത്യ, സ്ത്രീഹത്യ, ഗോഹത്യ, പശുവിനെ കൊല്ലുക. ഇത് ഹത്യ എന്നുള്ള ഒരു പാപത്തിൽ പെടും. അത് പരിഹാരമില്ലാത്ത പാപങ്ങളാണ്, പരിഹാരമില്ലാത്ത മഹാപാപങ്ങളാണ്. പശുവിനെ കൊന്നാൽ, ബ്രാഹ്മണ തേജസ്സുള്ളവരെ കൊന്നാൽ, അതുപോലെ തന്നെ സ്ത്രീഹത്യ, ശിശുഹത്യ, അത് ഒന്നാണത്. പിന്നെ ഒന്നാണ് സ്വർണം മോഷ്ടിക്കുക. സ്വർണം മോഷ്ടിക്കുന്നത് വലിയ പാപമാണ്. സ്വർണം കളഞ്ഞ് കിട്ടിയ ചീത്ത കാലത്ത് അത്രേ കിട്ടുക. കാരണം ആ പോയ ആളുടെ ശാപം നമുക്കുണ്ടാവും. സ്വർണം കിട്ടിയാൽ എടുക്കരുത് എന്നാണ് പറയുക. 3 മദ്യം കഴിക്കുക. അതും വലിയൊരിതാണ്. ഞാനത് ബ്രാഹ്മണ സ്വത്ത് അപഹരിക്കുക. ഒരു നിലയ്ക്കും ബ്രഹ്മസ്വവും ദേവസ്വവും നമുക്ക് സുഖത്തെ തരില്ല. 5 ഈ 4 ചെയ്തവരുടെ കൂടെ നടക്കുക. ഈ പാപങ്ങൾ ഇത് പോവും എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പാപത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. മറ്റൊക്കെ ഇതിനേക്കാൾ ചെറിയ പാപമാണ്. ഈ വലിയ പാപങ്ങൾ പോകുമെന്നുണ്ടെങ്കിൽ ചെറിയ പാപം പോകുമെന്ന് വേറെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 4 ഹത്യ ഒക്കെ കൂടി 1, സ്വർണം മോഷ്ടിക്കുക, ബ്രാഹ്മണ സ്വത്ത് അപഹരിക്കുക, മദ്യം കഴിക്കുക, ഇവരുടെ കൂടെ നടക്കുക. ഈ 5 പാപം ഇതുകൊണ്ട് പോവും. അതിന് ഒരു ഉദാഹരണമായിട്ട്
ആത്മദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ കഥയാണ് പറയണം. അദ്ദേഹത്തിന് സന്തതിയില്ല. അങ്ങനെ ഒരു സന്യാസിയുടെ അനുഗ്രഹം കൊണ്ട് ദുഃഖം കണ്ടപ്പോൾ, അപേക്ഷിച്ച് കരയിന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു പഴം ജപിച്ചു കൊടുത്തു. ഇത് പത്നിക്ക് കൊടുക്കുക. ഇവിടെ വന്നപ്പോൾ ഈ പത്നിക്ക് ഇത് കഴിക്കാനേ താല്പര്യമില്ല. പിന്നെ ഇപ്പം ഇതാണ്ട് കഴിച്ചാൽ ഗർഭമുണ്ടാവും. ഒന്നാമതൊരു സംശയം, അഥവാ ഉണ്ടായാലോ അതും വലിയ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും പോകാൻ പറ്റില്ല, റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വാഹനം വന്നാൽ മാറാൻ പറ്റില്ല. പണ്ടുണ്ട വാഹനങ്ങൾ കുതിരവണ്ടി അങ്ങനത്തെയൊക്കെയേ ഉള്ളൂ, വയറും വെച്ചിട്ടേ. അതുകൊണ്ട് കുട്ടിയുണ്ടായാൽ അതിനെ നോക്കണം. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ കഴിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? വളരെ ആഗ്രഹിച്ച് ആത്മദൈവം കൊടുക്കുന്ന പഴമാണ്, ഒരു ദിവ്യം കൊടുത്തതുമാണ്. ഇത് തൻ്റെ എന്ത് കൊടുത്തു? പശുവിനാണ് കൊടുത്തു കേട്ടോ. ഞാൻ കഴിച്ചു എന്ന് നുണയും പറഞ്ഞു. പഴം കഴിച്ചില്ലേ? എന്നിട്ടോ ഒരു ചിന്ത, ഇനിയിപ്പോൾ പ്രസവിക്കാതെ ഇരുന്നാൽ ഭർത്താവിന് സംശയം തോന്നില്ലേ താനത് കഴിച്ചില്ല എന്ന്. അപ്പോൾ അവളെ സഹോദരിയോട് ചോദിച്ചു, നോക്ക് ഇങ്ങനെ സംഭവമുണ്ട്, ഈ പഴം ഞാൻ പശുവിന് കൊടുത്തിരിക്കണു. അല്ല, ഞാനിപ്പോൾ ഗർഭിണിയാവും എന്നല്ലേ പറഞ്ഞത്, ആവാണ്ടിരുന്നാൽ എങ്ങനെ എൻ്റെ ഭർത്താവിനെ ബോധിപ്പിക്കാൻ പറ്റും? അപ്പോൾ സഹോദരി പറഞ്ഞു കൊടുത്തു, ഒറ്റ സഹോദരിയാണ്, നീയൊരു കാര്യം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വയറിൽ വെച്ച് കെട്ടിയിട്ടേ ഗർഭിണിയായിട്ട് അഭിനയിച്ചോ, കാര്യം തീർന്നില്ലേ? അയ്യോ, അപ്പോൾ പ്രസവിക്കണ്ടേ? വെച്ച് കെട്ടി പ്രസവിക്കാൻ പറ്റുമോ? അതിന് ഒരു സൂത്രമുണ്ട്. ഞാനിപ്പോൾ ആൾറെഡി ശരിക്കും ഗർഭിണിയാണ് സഹോദരി. ഈ കുട്ടിയെ, എൻ്റെ കുട്ടിയെ നമ്മുടെ കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുത്തോ? അപ്പോൾ വിശ്വസിക്കും, ആത്മദേവൻ ശുദ്ധനല്ലേ. സ്ത്രീകൾ പ്രസവിക്കുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ടൊന്നും പണ്ട് പുരുഷന്മാർ അറിയാറില്ല. എല്ലാതും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കൽ പണ്ട് അങ്ങനെ ഒരു ഇതില്ലല്ലോ. പണ്ടത്തെ സമ്പ്രദായമാണ്, ഇന്നത്തെ സമ്പ്രദായം കൂടി വ്യത്യാസമുണ്ട് എന്നിപ്പോൾ ഒക്കെ അറിയും. ഏതായാലും എൻ്റെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയാണെന്നുകൊണ്ട് കാണിച്ചെടുത്തു. അയ്യോ, അപ്പോൾ നിനക്ക് വേണ്ടേ കുട്ടി? ഞാൻ ഇവിടെ നിന്നോളാന്ന്. നിനക്ക് മുലയിൽ പാലില്ല, അതുകൊണ്ട് പണ്ട് അങ്ങനെയുണ്ട്, ആർക്കും മുലപ്പാൽ കൊടുക്കാമെന്നാണ്. അതിനിവിടെ നിർത്തിയതാണെന്ന് എന്നെ പറയുക. കുറച്ച് കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും, തൽക്കാലം ഇപ്പം അങ്ങനെയാണ്, നീ കൈകാര്യം ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി പ്രസവിച്ചിട്ടുള്ള ദുഷ്ടനായിട്ടൊരു സന്തതി ഉണ്ടായി, ദുന്ദുകാരി. അവൻ ചെയ്യാത്ത ദുഷ്കർമ്മങ്ങളൊന്നുമില്ല. ആത്മദേവന് വല്ലാത്ത ദുഃഖമായി. ഈ പശു പ്രസവിച്ചിട്ടൊരു നല്ല പുത്രൻ ഗോകർണൻ, വേദം ചെവിയിൽ വീണവൻ എന്നും അർത്ഥാവാം. പശുവിൻ്റെ ചെവിയുടെ ആകൃതിയിലുള്ള ചെവിയുള്ളവൻ അങ്ങനെയാവാം. പശുവിൻ്റെ ചെവിയുടെ ആകൃതിയുള്ള ചെവിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഗോകർണൻ. അവനാണെങ്കിലോ നല്ല സ്വഭാവം, സ്വർണ്ണവർണ്ണം, പുത്രൻ കനകപ്രഭം, സ്വർണ്ണ നിറമാണ്. നമ്മൾ പറയില്ല എന്താ നിറം എന്നറിയോ? ഇത്ര വെളുത്ത നിറം, സ്വർണ്ണ നിറം. സ്വഭാവം അതേപോലെ. രണ്ടു ഉണ്ണിയായി ആത്മദേവന്. ഒന്ന് നല്ല ഉദാഹരണം, ഒന്ന് ചീത്ത ഉദാഹരണം. ഇവൻ്റെ ദുഷ്പ്രവൃത്തികൾ പലരെയും ഉപദ്രവിക്കുക, കക്കുക, മോഷ്ടിക്കുക, വേണ്ടാത്തത് പറയുക, ചിലരെയൊക്കെയാണ് തള്ളിയിട്ട് കിണറിൽ തള്ളിയിട്ട് കൊല്ലുക. അപ്പോൾ ആത്മദേവൻ ചോദിച്ചു, ഗോകർണ കണ്ടു നിൻ്റെ സഹോദരൻ ചെയ്യണം, ഒരച്ഛന് ഇതിനേക്കാൾ ദുഃഖം എന്താണുള്ളത്? പരദ്രോഹം ചെയ്ത ചീത്തപ്പേരുണ്ടാക്കുക. അച്ഛാ, അച്ഛന് ഈ ദുന്ദുകാരിയിൽ നിന്ന് ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താ? ശരിക്കും ദുന്ദുകാരിയുടെ പ്രവൃത്തികളല്ല, പിന്നെന്താ? ദുന്ദുകാരി അച്ഛൻ്റെ മകനാണ് എന്നതല്ലേ? അതെന്തൊക്കെ മനസ്സിലായില്ല. അതേ വേറെ ഏതെങ്കിലും ഒരാൾ ദുഷ്കർമ്മം ചെയ്ത് അച്ഛനെ ബാധിക്കുമോ? അതും ദുഷ്കർമ്മം തന്നെയല്ലേ? അതെ. അപ്പോൾ ആ ബന്ധമാണ് അച്ഛാ ദുഃഖത്തിന് കാരണം. ആ ദുന്ദുകാരി എൻ്റെ മകനാണ് എന്നതല്ലേ ദുഃഖത്തിന് കാരണം? അതാണ്ട് കളയുക മനസ്സിന്ന്. ഏതൊക്കെയോ ജീവന്മാർ ഏതൊക്കെയോ രീതിയിൽ വരണു എന്നല്ലാണ്ട് എന്തച്ഛൻ എന്തമ്മ, ഈ ബന്ധത്തിന് വല്ല ശാശ്വതത്വം ഉണ്ടോ? സത്യത്തിലുണ്ടോ? അപ്പോൾ ആ ഒരു വിചാരം മനസ്സിന്ന് കളഞ്ഞാൽ അച്ഛന് ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനുള്ള മാർഗമോ അത് ഭാഗവതമാണെന്ന് അത്രയാണ് ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ മമത കളയുക. സൂത ഉവാച കഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലാവനമാലി ഘനശ്യാമ പീതമാസാ മനോഹര കാഞ്ചീകലാപരുചരോ ലസ കുണ്ടല ലസ മുകുടകുണ്ടല
ത്രിഭംഗ ലളിതച്ചാരുകൗസ്തുഭേന വിരാജിത കോടിമന്മദലാവണ്യോ ഹരിചന്ദന ചർച്ചിത പരമാനന്ദജിന്മൂർത്തിർ മധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഇതയാന്യമലാനി ച വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാദവാദയ തക്കഥാ ചവണാർത്തന്തേ ഗൂഢരൂപേണ സംസ്ഥിതാ തഥാ ജയ ജയാരാവോ രസപുഷ്ടീർ അലൗകികി ചൂർണപ്രസൂന വൃഷ്ടിക്ഷ മുഹു ശങ്കരവോപ്യഭൂർ തത്സവാസാം സൽസഭാസംസ്ഥിതാനാം ച ദേഹഗേഹാത്മോ വിസ്മൃതി ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീൻ അലൗകികോയം മഹിമാമുനീശ്വര സപ്താഹജന്യോ അദ്യ വിലോകിതോ മയാ മൂഢാഷഠാ ഏ പശുപക്ഷിണോത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി അതോ ന ലോകേ നാർത്തികിഞ്ചിൽ ചിത്സസ്യ ശോധായ കലോ പവിത്രം അഹോകവിത്വം സ കരന്തദേവക്കഥാ സമാനം ഒയിനാത്തി ചാനൽ കെ വിശുദ്ധന്തി വദന്തുമയ്യന്തപ്തായേന കഥാമയേന ഏതൊക്കെ ആൾക്കാർക്കാണ് സത്താവം കൊണ്ട് ശുദ്ധി കിട്ടുക ഏതേത് ആൾക്കാർക്ക് ബാലുബിർലോകഹിതം വിചാരീയ പ്രകാശിത കോപി നവീനമാർഗ കുമാര ഊഴു ഞാൻ ഉത്തരം ഏ മാനവ പാപകൃതത്വ സർവദാ സദാ ദുരാചാരരതാ വിമാർക്ക ക്രോധാഗ്നിദത്താകുടിലാച്ച കാമിന സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ ദേഷ്യം വരിക, പാപം ചെയ്യുക, വേണ്ടാത്തത് പറയുക, ചിത്തമാർഗത്തിൽ ദുർമാർഗത്തിൽ നടക്കുക, അതിൻ്റെ പാപം സപ്താഹം കൊണ്ടുപോകും. സത്യേന ഹീന പിതൃമാതൃദൂഷക, അച്ഛനെ ദ്രോഹിക്കുക, അമ്മയെ ദ്രോഹിക്കുക, തൃഷ്ണാകുല ചാശ്രമധർമ്മേതാംബിക മസ്തരിണോപി ഹിംസക സപ്താഹേജ്ഞേന കലോ പുനന്ദിതേ. ആശ്രമം നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ ചെയ്യാണ്ട് തെറ്റി നടക്കണ പാപം അത് ഇതുകൊണ്ട് പോവും. ഇനിയാണ് പഞ്ചോഗ്ര പാപം. നേരത്തെ പറഞ്ഞു പഞ്ചോഗ്ര പാപ ചലചത്മകാരിണ ക്രൂരാപിശാചായ നിർദ്ദയാച്ചേ ബ്രഹ്മസ്വപുട്ടാവിചാരകാരിണ സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. കായേന വാചാ മനസാഭിമാതകം നിത്യം പ്രകുർവന്തി ചടാകടേന യേ പരസ്വപുഷ്ടാമലിനാതുരാശയ സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. മറ്റൊരാളുടെ ധനം അപഹരിക്കുക മുതലായ പാപങ്ങൾ പോവും. ഇനി കഥ പറയണം ആത്മദേവൻ്റെ. അത്തതേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം ശ്രവണമാത്രേണ പാപകാനി പ്രജായതേ തുംഗഭദ്രാതടേ പൂർവമഭൂത്പത്തനമുത്തമം എത്ര വർണ്ണാർത്ഥധർമ്മേണ സത്യകർമ്മ തത്പരാ ആത്മദേവ പുരേ തത്വ സർവവേദ വിശാരദ ശൗതത്മാത്തേഷ നിഷ്ണാതു ദ്വിതീയ ഇവ ഭാസ്കരാ ഭിക്ഷുകോ വിത്തവാൻ ലോകേത പ്രിയ ദുന്ദുളി സ്മൃത. പത്തിയുടെ പേരാണ് ദുന്ദുളി, മകൻ്റെ പേരാണ് ദുന്ദുകാരി, ദുഷ്ടമകൻ്റെ കേട്ടോ. ഭാര്യയുടെ പേര് ദുന്ദുളി, ദുഷ്ടപുത്രൻ്റെ പേര് ദുന്ദുകാരി. വാക്യസ്ഥാപിക നിത്യം സുന്ദരി സുകുലോദ്ഭവ ലോകവാർത്താരതാ ക്രൂര പ്രായശോ ബഹുജൽപ്പിക ശൂരാച ഗൃഹകൃത്യേഷു കൃപണ കലഹപ്രിയ. സ്ത്രീ അത്ര നല്ല സ്ത്രീയല്ല, കലഹപ്രിയയാണ്, തോരാതെ സംസാരിക്കുന്നവളാണ്. ഏവം നിമിത്തതോ പ്രേരണ ദമ്പത്യോരമമാണയോ അർത്ഥാകാമത്തയോരാസന്ന സുഖായ ഗൃഹാധികം പശ്ചാത് ധർമ്മ സമാചാര സമാരബ്ധ താപ്യാം സന്താനഹേതവേ ഗോപൂഹിരണ്യവാസാം ചീദീനേഭ്യോ യച്ഛതു സദാ ധനാർത്ഥം ധർമ്മമാർഗേണ താപ്യാനീതം ദദാപി ച ന പുത്രോ നാപി വാ പുത്രി. പുത്രനോ പുത്രിയോ ഇല്ല. അനപത്യത്വം കൊണ്ട് അവർ ദുഃഖം അനുഭവിച്ചു. ന പുത്രോ നാപി വാ പുത്രി തതച്ചിന്താതുരോ പ്രശം ഏകതാ സത്യജോ ദുഃഖാഗൃഹം ദിക്വാ മനംഗത. വീടാണ്ട് വിട്ടിട്ട് പോയി മടുത്തിട്ടേ. മധ്യാഹ്നേ ചഷിതോ രാജത്തടാകം തമവേ വാൻപിത്വാജലം നിഷണ്ണസ്തു പ്രജാദുഃഖേന കശ്ചിത. ഒരു കുട്ടികളില്ലാണ്ട് ഞാൻ എന്തിനാ ജീവിക്കണം? എൻ്റെ ജന്മം വെറുതെ വിഫലമായി. മുഹൂർത്താത് അഭി തത്രേവ സന്യാസി കശ്ചിതാഗത. സന്യാസി അവിടെ വന്നു. ദുഷ്ടാ പീതജലം ദന്തു വിപ്രോയാ തദന്തികം നത്വാച പാതയോ തസ്യ നിശ്വസൻ സന്തിതപുരായതിരുവാച കഥൻ രോദിഷി വിപ്രത്വം കാതേ ചിന്താബലീയസി ബദത്വം സത്തരം മക്യം സസ്യ ദുഃഖസ്യ കാരണം. എന്തേ ദുഃഖത്തിന് കാരണം? രാമണം വാച കിം പ്രവീമരുഷേ ദുഃഖം പൂർവപാപേണ സഞ്ചിതം മദീയ പൂർവജാത്തോയം കവോഷ്ണോപമുഞ്ചതേ. ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ആ വെള്ളം പിതൃക്കൾക്ക് കൊടുക്കാനും കൂടി എനിക്ക് ഭാഗ്യമില്ല. കാരണം എന്തെങ്കിലും ഒരു വെള്ളം എനിക്ക് തരണമെങ്കിൽ ഒരു പുത്രൻ വേണ്ടേ. ഞാൻ കൊടുത്തതായിട്ടുള്ള ജലം ശരിക്കും പറയാച്ചാൽ തണുത്ത ജലമാണ് പിതൃക്കൾക്ക് കൊടുക്കുന്നത്. അത് വളരെയധികം ചൂടുള്ള ജലമാവുകയാണ്. അത്ര പാപിയാണ് ഞാൻ, അർത്ഥമേ ഉള്ളൂ. മദ്ദത്തന്നേവ ഗണ്ണന്തി പ്രീത്യാ ദേവാദിജാതയ. ഞാൻ കൊടുത്ത ജലം
തർപ്പണമായിട്ട് ദേവന്മാരോ പിതൃക്കളോ സ്വീകരിക്കുന്നില്ല. നൈവ ഗൃഹന്തി, സ്വീകരിക്കുന്നില്ല. ഞാൻ പാപിയാണ്. പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാം തെക്തുമിഹാഗത ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹഞ്ച പ്രജാംബിന ദിഗ്ധനഞ്ച അനപത്യസ്യ ദിക്കുലം സരിതം ദിന പാല്യദേയാമയാതേനു സ്വാവന്ധ്യ സർവതാപേൽ. ഒരു പശുവുണ്ട്, അതിനു പോലും കുട്ടികളുണ്ടാവണില്ല. ഞാനൊരു പശുവിനെ വളർത്തേണ്ട, അതിനു പോലും കുട്ടികളുണ്ടാവില്ല. അപ്പം ഞാൻ എത്ര നിർഭാഗ്യവാനാണ്. യോമയാരോപിതോ വൃക്ഷസോഭിബന്ധ്യത്വം ആശ്രയിൽ വൃക്ഷങ്ങൾ കായ്ക്കണമില്ല. ഞാൻ നട്ട വൃക്ഷങ്ങൾ കായ്ക്കണമില്ല. യത് ബലം ഗൃഹായ അന്തം തച്ച ശീഘ്രം വിനശ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ കിമതോ ജീവിതേന മേ കൃതസരുരോധോച്ഛേ തൽപാശ ദുഃഖപീഡിത കഥാതസ്തേ ചിത്തേ കരുണാഭൂദ്ഗരീയസേ തത്ബാലാക്ഷരമാലാഞ്ച വാചയമാസയോഗവാൻ സർവജ്ഞാത്വായതിപ്പച്ചാൽ പ്രമൂചേ സവിസ്തരം നിതിരുവാചാമുഞ്ചാജ്ഞാനം പ്രചാരൂപം ബലിട്ടാ കർമ്മണോ ഗതി വിവേകന്തു സമാസാദ്യത സംസാരവാസനാചുണു വിപ്രമയാദിത്യ പ്രാരബ്ധന്തു വിലോഹിതം സപ്ത ജന്മാവധി തവ പുത്രോ നൈവനനൈവ ച സന്തതേ സാഗരോ ദുഃഖം നവാംഗപുരാതഥാ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. അങ്ങേക്ക് പുത്രത്തിന് രോഗമില്ലാത്ത പൂർവ്വജന്മ പാപം കൊണ്ടാണ്. അത് എന്താ ഇപ്പോഴത്തെ ദുഃഖിക്കാള്? അങ്ങ് സന്യസിച്ചൂടെ? പുത്രന്മാരില്ലാത്തിട്ട് എന്തിനാണ് ദുഃഖിക്കണമെന്ന് ചോദിച്ചു. അയ്യോ അത് പറ്റില്ല, എനിക്കൊരു മാർഗം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്നായി ആത്മദേവൻ. ബ്രാഹ്മണ ഉവാച വിവേകേന വിവേകി മേ പുത്രം ദേഹി ബലാദവി. ഒരു കുട്ടിയെ എനിക്ക് തരാൻ അങ്ങക്ക് കഴിയില്ലേ? തപസ്യല്ലേ, സിദ്ധനല്ലേ? പുത്രൻ ദേഹി, എനിക്ക് കുട്ടിയെ തരൂ, ഒരു പുത്രനെ തരൂ. നോച്ചേ തെജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. ഞാൻ ഇപ്പം എൻ്റെ പ്രാണനെ കളയും. പുത്രാതിസുഖഹീനോയം സന്യാസശുക്കേവ. സന്യാസത്തിൽ എന്ത് സുഖമാണ് ഇരിക്കണത്? ഗൃഹസ്ഥരതോ ലോകേ പുത്രപൗത്ര സമന്വിത. പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ സന്യാസി സ്വാമി, സുഖം. ഇത് വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാപ്രവീക്ഷ തപോധന ചിത്രകേതുർഗതക്ക കഷ്ടം വിധി ലേഖ വിമാർജനാൽ ന യാസതി സുതം പുത്ര യഥാ ദേവഗതോ ദമാദോഹടേന യുക്തോ സീകാർത്തിനം കിം വദാമ്യഹം തസ്യാഗ്രഹം സമാലോക്യ ബലമേഹന്ന ദത്തവാൻ ഇതം ഭക്ഷയ പത്ന്യാത്തന്തത പുത്രോ ഭവിഷ്യതി സത്യം ചോജന്തയാദാനം മേഘഭക്തന്തു ഭോജനം വർഷവഭീക്തിയാകാര്യം തേന പുത്രോതി നിർമ്മലാം. ഈ ഒരു പഴം ജപിച്ച് കൊടുക്കണം, അത് കഴിച്ചാൽ പുത്രൻ ഉണ്ടാവും, നല്ല കുട്ടിയാവും. ആണ് ഗോകർണൻ നല്ല പുത്രനാണ്. ഏവമുക്തായോ യോഗി പ്രത്വഗൃഹമാഗത പത്ന്യാപാണോ ബലം ദത്ത. ആ പഴം പത്നിക്ക് കൊടുത്തു. പത്ന്യാപാണോ ഫലം ദത്വ സ്വയാദസ്തു കുത്രചിത്തരുണീ കുടിലാദസ്യ സഖ്യഗ്രേ ചരുടോദ അഹോ ചിന്ത മോഹോത്പന്ന ബലം ജാഹന്ന ഭക്ഷേ. ഞാൻ ഈ ബലമൊന്നും കഴിക്കില്ല കേട്ടോ. ബലഭക്ഷേണ ഗർഭസ്യാത് ഗർഭേണോദര വൃത്തിത. വയറു വലുതാവും. സ്വൽപ്പഭക്ഷം തതോ ശക്തഗൃഹകാര്യം ഗതം ഭവേ ദേവാൽധാടി ഭജേ ഗ്രാമേ ഫലായേർ ഗർഭിണീ കഥം സുഖം ഗർഭ തം കുക്ഷേ കഥമുത്തേത്ത് തിരക്ഷേതാഗതോ ഗർഭത്തത മേ മരണം ഭവേൽ. അഥവാ പ്രസവത്തിൽ തകരാറ് വന്നാൽ എനിക്ക് മരണം സംഭവിക്കും. മരണം ഭവേൽ പ്രസൂതോ ദാരുണം ദുഃഖം സുകുമാരീ കഥം സഖേമന്തായ മൈ സർവത്തന്നന്തായ സകരേരത നനാന്ത സകരേ തഥാ. സൗന്ദര്യം നഷ്ടപ്പെടും പ്രസവിച്ചാൽ. തെറ്റചൊയ്ജാതി നിയമോഹോ ദുരാരലാളനെ പാലനെ ദുഃഖം. കുട്ടിയെ വളർത്താൻ ദുഃഖം, അതിനെ പാലിക്കാൻ ദുഃഖം. പ്രസൂതായ വർത്തതേ വന്ധ്യ വാവിധവാ നാരീ രുഗിനി ചെയ്തി മേ മതി. ടോളില്ലാത്തവരാ ഭാഗ്യവതികൾ. അയ്യോ അങ്ങനെ പറയുമോ സ്ത്രീകൾ? പറയൂട്ടോ, ദുഷ്ട സ്ത്രീകൾ പറയും, അല്ലാത്തവർ പറയില്ല. വന്ധ്യാവാവിധവാ നാരി. വിധവയാണ് സുഖം, വന്ധ്യയ്ക്കാണ് സുഖം. ആരെങ്കിലും പറയുമോ വന്ധ്യയ്ക്കാണ് വിധവയ്ക്കാണ് സുഖം എന്ന്? സുഖിനീ ചെയ്തി മേ മതി. ഏവം കുതർക്കയോഗേണ തത്ബലന്നേവ ഭക്ഷിതം പത്യാവൃഷ്ടം ബലം ഭുക്തം മുക്തം ചേരിതം. അപ്പം അങ്ങനത്തെ സ്ത്രീകളുണ്ട്. എന്താ പറയുക, കല്യാണം വേണ്ട. ഏകദാ ഭഗിനി തസ്യ തഗൃഹം ശേഷയാഗത തതഗ്രേ കരുതം ധർമ്മം ചിന്തേയം മഗതി കിമേ ദുർബലാതേന ദുഃഖേന കനുജേ കരവാണി കിം പ്രാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂതിത താവൽക്കാലം സഗർഭേവ കുത്താദിഷ്ടഗൃഹേ തുകം ഇത്തം തന്തമതേ ചമതേര്യച്ഛ സ തേ ദാസ്യതി ബാലകം പാണമാസികോ മൃദോ ഷണ്മാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യതേ ഗൃഹേ ബലം അർപ്പയതേന്മി തം പരീക്ഷാർത്ഥം തു സാമ്പ്രതം
തത്തദാചരിതം സർവം തദേവ സ്ത്രീ സ്വഭാവത. സഹോദരി പറഞ്ഞു, പശുവിന് കൊടുത്തോളൂ, അതൊക്കെ ധേന്വി പശുവിന് കൊടുക്കുക. ഞാൻ പ്രസവിച്ചാൽ ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുക. അത കാലേന സാനാരി പ്രസൂതാബാലഗന്ധത. സഹോദരി പ്രസവിച്ചു. പ്രസൂതാബാലഗന്ധത ആനീയജനഗോപാലൻ്റെ ഗത്തേതുന്തുളീതോ തയാചകരിതം ഭർത്രേ പ്രസൂതസുഖ അർപ്പക ലോകസ്യ സുഖം ഉത്പന്നം ആത്മദേവ പ്രചോദയാത് തദോദാനം ദിജാദിപ്യോ ജാനകർമ്മ വിദായ ച ഗീതവാദിത്രഘോഷോ ബോധ തദ്വാരേ ഗീതവാദിത്രഘോഷോ ബോധ തദ്വാരേ മംഗളം ബഹു. ആ കുട്ടി ജനിച്ചു, ദുഷ്ടപുത്രനാണ് കേട്ടോ, അത് ആവാൻ പോണില്ലല്ലോ. ധാരാളം ദാനധർമ്മങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയണം. ഭർത്തുവാക്യ തന്യം നാത്തി കുജയ മമ. പാലില്ലാത്തതുകൊണ്ടാണ് സഹോദരി ഇവിടെ നിൽക്കുന്നത് എന്ന് ഭർത്താവിനെ ധരിപ്പിച്ചു. സഹോദരിയുടെ കുട്ടിയാണ്. വസ്തുതിച്ച പ്രസൂതായ മൃതോ ബാലത്ത് വർത്തതേ താമാകാര്യ ഗൃഹേ രക്ഷ സാതേർബംബോഷയിഷ്യതി പതിനാഥകൃതം ധർമ്മം പുത്രരക്ഷണേതവേ. പുത്രസ്യ ദുന്ദുകാരീതി, പേര് ദുന്ദുകാരിയാണ്, ദുഷ്ടപുത്രൻ. നാമമാത്രാവതിഷ്ഠിതം ത്രിമാസേ നിർഗതേ ച ആഥ സധേനും തൃഷവ്യാർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലങ്കനകപ്രഭം. പശു പ്രസവിച്ചിട്ടോ സുന്ദരനായിട്ട് സ്വർണ്ണവർണ്ണത്തിലൊരു ഉണ്ണി. ദൃഷ്ടാപ്രസന്നോ പ്രത്യ സംസ്കാരാന്തയമാതദേമത്വ ആശ്ചര്യം ജനാതർഭേര് ദൃഷ്ടാത്തന്തമാകത. നോക്കൂ, അതിദിവ്യമായിട്ടൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. ആ ആത്മദേവൻ്റെ പശുവിന് നമുക്കതിനെ ഒന്ന് കാണാൻ പോവുക, കാണേണ്ട കുട്ടിയാത്രേ എന്നങ്ങനെ പറഞ്ഞ് പശുവിൻ്റെ ചെവിയുടെ ആകൃതിയുള്ള ചെവിയുള്ള ആ കുട്ടിയെ കാണാൻ നാട്ടുകാരും കൂടി അവിടേക്ക് പ്രവാഹമായി. അത്ഭുതപുത്രനാണ്. ആർക്കെങ്കിലും പശുവിൻ്റെ ചെവിയുള്ള കുട്ടി ഉണ്ടാവുമോ? ഇതങ്ങനെ ഉണ്ടായത്. ഇത് എല്ലാവരും കാണാൻ വന്നു. ധേന്വാ ബാലപ്രതോദത്വ ദേവരൂപീതി കൗതുകം. ഒരു ദേവരൂപിയാണ്. നജ്ഞാതം തദ്രഗസ്തെന്തോ കേനാഭിവിധിയോഗത ഗോകർണന്തം സുധാദൃഷ്ട ഗോകർണം നാമചാകരോൻ. ഗോകർണൻ എന്ന് പേരിട്ടു. ഗോകർണൻ നാമചാകരോൻ. കിയത്കാലേന താചാതോ തരുണോ തനയാഭോ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ദുകാരി മഹാകല. ഗോകർണൻ പണ്ഡിതനം, ജ്ഞാനി നല്ലവനുമായി. ദുന്ദുകാരി മഹാദുഷ്ടനായി, കലൻ ദുഷ്ടൻ. ഗോകർണ പണ്ഡിതോജ്ഞാനി ദുന്ദുകാരി മഹാകല ദുഷ്ടനായി. നാണശൗചക്രിയായിനോ ദുർഭക്ഷി ക്രോധവർദ്ധിത. വേണ്ടാത്തൊക്കെ ഭക്ഷിക്കാൻ പാടാത്തതും കൂടി ഭക്ഷിക്കുക. ക്രോധവർദ്ധിത മഹാചുണ്ടി. ദുഷ്പരിഗ്രഹകർത്താച്ച. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊന്ന് സ്വീകരിക്കാൻ പാടില്ല. ദുഷ്പരിഗ്രഹകർത്താച്ച. പരിഗ്രഹം ഒരു പാപമായിട്ടാണ് പറയുക. മറ്റുള്ളവർ വെറുതെ തന്നാൽ മേടിക്കരുത്, വില കൊടുത്തിട്ടോ മറ്റേ പാടൂ എന്നാണ്. ഇത് വേണ്ടാത്തൊക്കെ കിട്ടിയതൊക്കെ തരാക്കുക. ഒരു ചീത്ത സ്വഭാവമാണ്. അതാണ് ഇവിടെ എന്ത് പറയുക, ദുഷ്പരിഗ്രഹകർത്താച്ച. ശവഹസ്തേന ഭോജനം, ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. മഹാചീത്ത സ്വഭാവമാണെന്നാണ്. ശവഹസ്തേന ഭോജനം, ഇടത്തെ കൈകൊണ്ട്, അതിന് ശവഹസ്തം എന്നാണ് പറയുക, ഭക്ഷിക്കുക. ശൗര സർവജന ദേഷി പരവേശ്മ പ്രദീപക. എന്താ ഇടത്തെ കൈകൊണ്ടുണ്ടാ എന്ന് ഇതപ്പം ചെയ്യുക. ലാടനായ അർഭകാൻ ധൃത്വ സദ്യക്കൂപേന ബാധ. പലരെയും കിണറിൽ തള്ളിയിടുക. ഹിംസകശത്രധാരീ ജാതീനാന്താനാം പ്രപീഡക. ചാണ്ടാളാവിരതോ നിത്യം പാചകത്തശ്വസംഗത. തേന വേശ്യാകുസംഗേന പിത്രം വിത്തന്ത് നാശിതം. വേശ്യസ്ത്രീകളുമായിട്ട് ഇടപെടുക. ഏകതാ പിതരോ താട്യത്തത്രാവി സ്വയമാര. അച്ഛനെയും കൂടി തല്ലിയാട്ടി. തപ്പിതാ കൃപണ പ്രോച്ചേർധനഹീനോരുരോധ. വന്ധ്യത്വന്തു സമീചീനം കുപുത്രോ ദുഃഖദായക. അപ്പോഴാണ് മനസ്സിലായ കുട്ടികളില്ലാത്ത എത്ര സുഖമുണ്ട്. അത് കണക്കിന് ശരിയുടെ കുട്ടികളില്ലാത്തതല്ലേ സുഖം. ഈ മാതിരി പുത്രന്മാർ ഉണ്ടാവണേക്കാൾ. കത്തിഷ്ടാമിക്വ ഗച്ഛാമി കോമേ ദുഃഖം വ്യബോഹേ. ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത് ഒന്നും അറിയണില്ലല്ലോ എൻ്റെ ഉപദ്രവം കൊണ്ട്. ഈശ്വരാ, ഇതിനേക്കാളും ഭേദം പുത്രന്മാരില്ലാണ്ടിരിക്കുകയല്ലേ. പ്രാണാൻ തെജാമി ദുഃഖേന. ഞാൻ എൻ്റെ പ്രാണനെ കളയണം. നേരത്തെയും പറഞ്ഞു കുട്ടികളില്ലാണ്ട് പ്രാണൻ കളയാണ്. ഇപ്പോഴോ കുട്ടി ഉണ്ടായിട്ട് പ്രാണൻ കളയാണ്. പ്രാണാം തെജാമി ദുഃഖേന ഹാ കഷ്ടം സമസന്ധിതന്തദാനിൻ്റെ സമാഗത്യ ഗോകർണോ അജ്ഞാനസന്ധിത. ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ അസാരക്കലു സംസാരോ ദുഃഖരൂപീ വിമോഹകാതു ദക്കസ്യ തനംഗസ്യ നേകമാൻ ജ്വലദയാനിശം. ചേന്ദ്രസ്യ സുഖം കിഞ്ചിൽ ന സുഖം ചക്രവർത്തിന സുഖമർത്തി വിരക്തസ്യ മുനേരേകാന്തജീവിന. വിരക്തി വന്നിട്ടുള്ള മഹർഷിമാർക്ക് മാത്രമേ ലോകത്തിൽ സുഖമുള്ളൂ. മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേ ഗതി നിബധിഷ്ഠിര ദേഹോയം സർവന്ദിക്വാവനം പ്രജ. തത്വാക്യന്തു സമാകൃണ്യ സ്കന്ദുകാമ പിതാ പ്രവീൽക്കും കർത്തവ്യം വനേ താത.
തത്തൊമ്പതത്തെ വിത്തരം. ഗോകർണനോടൊരു വാക്ക് ചോദിച്ചിട്ട് അവൻ കാട്ടിലേക്ക് പോക്ക്. ഇനി എന്തായാലും നാട്ടിലിരുന്നിട്ട് കാര്യമില്ല. ഗോകർണ, ഞാൻ എന്താ വേണ്ടത്, നീയൊന്ന് പറയേ. അന്ധകൂപേ സ്നേഹപാശേ ബദ്ധപങ്കുരഹം ഷടാക്രമണ അവിടുതോ നൂനമ്മാമുദ്രതയാണിത്. നീ ജ്ഞാനിയാണെന്ന് എല്ലാവരും പറയണു. എൻ്റെ ദുഃഖത്തിന് ഞാൻ മാർഗം ഉണ്ടാവാൻ, കുറവുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗോകർണ ഉവാച ദേഹേത്തിമാം തരുതിരേ വിമതിൻ തജത്തം ജായാസുദാമമതാം വിമുഞ്ച. നല്ലൊരു ഉപദേശമാണ്. അസ്ഥി മാംസം മുതലായിട്ട് അടങ്ങിയ ഈ ശരീരം ഞാനാണ് എന്നുള്ള വിചാരമാണ് അച്ഛൻ്റെ തെറ്റ്. ഞാൻ ഈ ശരീരമല്ല, അതിൻ്റെ ഉള്ളിലത്തെ ആത്മാവാണ് ഞാൻ. അതാണ് മനസ്സിൽ ഉറച്ചാൽ ആ ശരീരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ദുന്തുകാരി അച്ഛൻ്റെ മകനാവുമോ? ശരീരേ ഞാനല്ല, പിന്നെ എങ്ങനെയാണ് അതിന്നുണ്ടായ പുത്രൻ എൻ്റെ ആവുക? ആ മമതയാണ് ദുഃഖത്തിന് കാരണം. അത് വെടിയൂ. പശ്യാനിശം ജഗരിതം ക്ഷണഭംഗനിട്ടം വൈരാഗ്യരാഗരസികോഭവ ഭക്തിനിഷ്ഠാധർമ്മം ഭജസ്ത സരതം തലോകധർമാൻ തേവസ്ത സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്നച്ച ദോഷ ഗുണചിന്തനമാശുമുക്ത. വേറൊരാളുടെ ഗുണവും പറയണ്ട, ദോഷവും പറയണ്ട. ഗുണം പറഞ്ഞാൽ എന്താ? ഗുണം പറഞ്ഞാൽ ദോഷം പറയേണ്ടി വരും. ഒരാളുടെ ഗുണം കണ്ടാൽ വേറൊരാളുടെ ദോഷം തന്നെ കാണുന്ന കണ്ടു, അയാൾ എത്ര ഗുണവാനാ, നീ അങ്ങനെയല്ലല്ലോ ആവണത്, അപ്പോൾ അവിടെ ദോഷമല്ലേ? അപ്പോൾ രണ്ടും വേണ്ട എന്നാണ് പറഞ്ഞത്. അന്യസ്തു ദോഷ ഗുണചിന്തനം ആശു മുക്തുവ. ഒരാളുടെ ഗുണത്തെക്കുറിച്ചും പറയണ്ട, ദോഷത്തെക്കുറിച്ചും പറയണ്ട. ഗുണം കണ്ടാൽ ദോഷം കാണും, അവ രണ്ടും വേണ്ട. സേവാകഥ രസമഹോവിധത നിതരാം പിബത്വം ഏവം സുധോക്ത വശത്തോ വിഗൃഗമ്യകായാതോ വനം തിരമതിർ ഗതഷഷ്ടിവർഷ യുക്തോ കരൽ അനുദിനം പരിചര്യാസോ ശ്രീകൃഷ്ണമാപനേതം ദശമസ്യ പാടാ. ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവതമാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ ചതുർത്ഥോധ്യായ. വിരക്തി ഉണ്ടാവണം, ശരീരത്തിൽ ആസക്തി വേണ്ട ഒക്കെ പറഞ്ഞു. ശരിയാണ്, ആർക്കപ്പം അതറിയാത്തത്. പക്ഷേ സാധിക്കണില്ലല്ലോ എന്നാണ്. എങ്ങനെ അവിടേക്ക് എത്താം? ഓടാ, നീ പറഞ്ഞ കാര്യം അംഗീകരിച്ചു, അതിപ്പോൾ ഞാൻ വേറെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്തണില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതൊക്കെ പറയുക എന്നേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ മാർഗ്ഗമാണ് അറിയാത്തത്. അതിനച്ഛാ വഴിയുണ്ട്. ഇതുവരെ അച്ഛൻ നോക്കാത്ത ഒരു വഴിയുണ്ട്. അതെന്താ? ശ്രീമദ് ഭാഗവതം ദശമസ്യ പാഠാത്നെ ഇവിടെ പറഞ്ഞുള്ളൂ. ദശമസ്കന്ധം മാത്രം വായിച്ചാൽ മതി ഇത്രേ വിരക്തി ഉണ്ടാവാൻ. അതുകൊണ്ട് മറ്റൊന്നും വേണ്ടാന്നല്ല. കൃഷ്ണൻ്റെ കഥ 90 അധ്യായമാണ് ഭാഗവതത്തിൽ. അതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഭാഗവതം മുഴുവനും വായിക്കാനാണ് വേണ്ടത്. അഥവാ നീ അതിന് പറ്റിയിട്ട് വെച്ചാൽ ദശമസ്കന്ധെങ്കിലും വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, വായിക്കാറാക്കുക. എല്ലാം പറ്റുമെങ്കിൽ അതന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ദശമായാലും കുറേ ബലം കിട്ടും. നേരത്തെ പറഞ്ഞ ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ. ആ കൃഷ്ണൻ്റെ കഥ ജനനം മുതൽ എല്ലാ കഥകളും അങ്ങോട്ട് വായിക്കുന്നതാണ്. ദശമസ്യ പാഠാട്ട് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എന്തുണ്ടായി? ഉദ്ദേശം ഫലിച്ചു, വിരക്തി ഉണ്ടായി. ആത്മദേവന് തൻ്റെ പുത്രൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ദുഃഖം മനസ്സിനെ ബാധിക്കാതെയായി. ദുഃഖം അവിടെ ഇരിക്കുന്നുണ്ട്, ദുഃഖം പോയിട്ടില്ല. പക്ഷേ എന്തുണ്ടായി? അത് മനസ്സിനെ ബാധിക്കാണ്ടാവുക. അതാണ് ഭാഗവതത്തിൻ്റെ ഗുണം. അല്ലാണ്ടേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ ഭാഗവതം പരിഹരിക്കും ഇല്ല. പക്ഷേ വേറൊന്ന് പരിഹരിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടത്താണ്ടിരിക്കുക. മഴ പെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആരെങ്കിലും മഴയില്ലാണ്ടേക്കാൻ ശ്രമിക്കുമോ? കുട പിടിക്കുക. അല്ലച്ചാൽ നല്ലൊരു വീട്ടിൻ്റെ ഉള്ളിൽ കയറുക. മഴയില്ലാണ്ടേക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കതിൽ നിന്ന് രക്ഷ നോക്കുക ചെയ്യേണ്ടത്. ഇതാണ് ഭാഗവതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശം. അത് നാം നിങ്ങളൊക്കെ പറഞ്ഞു ഭാഗവതമൊക്കെ വായിച്ചു, എനിക്ക് ഉണ്ണി ഉണ്ടായില്ലല്ലോ, എനിക്ക് കാശുണ്ടായില്ലല്ലോ, എനിക്ക് വേറൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടാവുമെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഫലശ്രുതി പറയുമ്പോൾ പറയുന്നല്ലോ, അതൊരു സമ്പ്രദായം എത്രയേ ഉള്ളൂ. അതുണ്ടാവുമെന്നല്ല യഥാർത്ഥ അർത്ഥം. യഥാർത്ഥ അർത്ഥം അതല്ല. ആ ദുഃഖം നമ്മളെ ബാധിക്കില്ല. സന്താനം ഉണ്ടായില്ല വെച്ചാൽ സന്താനം ഇല്ലാത്ത ദുഃഖം ഉണ്ടാവില്ല. സന്താനം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവും ചെയ്യും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സൽക്കർമ്മങ്ങൾ കണ്ടിട്ട് സന്താനം ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും അവർ? വേണ്ട. പക്ഷെ എന്തുണ്ടാവില്ല? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, എന്നാലും മതി. രണ്ടും ഒപ്പം തന്നെയാണ്. അപ്പോൾ ആ ഉണ്ണിയില്ലാത്ത ദുഃഖത്തിൽ നിന്ന് നമ്മൾ അതീതരായിട്ട് അങ്ങോട്ട് വളർന്നാൽ ഏത് ദുഃഖം പിന്നെ നമ്മുടെ മനസ്സിനെ അലട്ടുക? അവിടേക്ക് എത്തിയാലും മതി. ശ്രീകൃഷ്ണമാപനിയതാം ദശമസ്യ പാഠാൻ.
ദശമസ്കന്ധം വായിച്ചിട്ട് ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു അധ്യായം. എന്നിട്ടോ ആ കുന്തുകാരിയുടെ അവസ്ഥയാണ് മഹാപ്രേതമായിട്ട് ദുഷ്കർമ്മങ്ങളുടെ ബലമായിട്ട് ജനിക്കണു. ഇനി ആ ദുന്തുകാരിയുടെ കഥയാണ് പറയണത്. ആത്മദേവൻ്റെ കഥ പറഞ്ഞു, ദുന്തുകാരി എന്തേ ഉണ്ടായിയേ അതിനെ പറയുന്നു അടുത്തത് വേറൊരു ദിവസം. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.